ഈ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം ബെൽ ഐക്കണും ഓണാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ആൾ വീഡിയോസ് ഒന്നും ഇടാം. അപ്പോൾ സോറി, അപ്പോൾ കുറച്ച് പരീക്ഷയുടെ ഇതൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഞാനിന്ന് കുറച്ച് നല്ല അടിപൊളി ആപ്ലിക്കേഷൻസ് ആണ് ഇതുവരെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ടെന്നാലും അതിൻ്റെ ഫ്രീ വേർഷനാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. പെയ്ഡ് ചെയ്തിട്ടില്ല മിക്കവരും. അപ്പം ഞാൻ ഇത് പെയ്ഡാണ്, ഇത് മൊത്തം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെയ്ഡ് വേർഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ നിങ്ങൾ പെയ്ഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ അത് പേടിക്കണ്ട, പെയ്ഡ് വേർഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഏതാ ആപ്ലിക്കേഷൻ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ പവർ റാം എന്നാണ്. ഞാൻ ഓപ്ഷൻ ഓണാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് അപ്പോൾ എന്താണെന്ന് നമ്മൾ എന്തോ ആപ്ലിക്കേഷൻ ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ആദ്യം ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫ്രീ വേർഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് വെയിറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഫ്രീ വേർഷൻ. നിങ്ങൾ ഇതിൻ്റെ പ്രൊവേഷൻ ഓണാക്കുക. അപ്പോൾ പ്രൊവേഷനിലേക്ക് ഇവിടെ ഹൈഡ് അൺലോക്ക് ഫ്രം ലോഞ്ചർ അത് എനേബിൾ ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. അത് പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഇടണ്ട. ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്ലേ ചെയ്ത്. ഹൈഡ് അത് അല്ലാതെ ഇതാക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു നല്ല സൗണ്ടിൽ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാം. വീഡിയോ അറിയാൻ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ സൗണ്ട് കുറച്ചു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലേ, അത് കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് വീഡിയോയുടെ ലോങ് കൂടും, അതുകൊണ്ടാണ് സോറി. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. സോറി, ഒരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ വീഡിയോ അത് ഇതിൻ്റെ ഫെസിലിറ്റി ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഫോണിലുള്ള വീഡിയോ ആണ് ഇതിൻ്റെ അത് വരുന്നത്. ഫോണിലുള്ള വീഡിയോസാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇതിൽ ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ വീഡിയോസ് ആവും. അത് വീഡിയോ സോങ് ആയി മാറും. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ അപ്പോൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ ആപ്ലിക്കേഷൻ CS എന്നാണ്. അതും പെയ്ഡാണ്, എല്ലാം പെയ്ഡാണ്. ഇതിൻ്റെ പ്രിവേഷൻസ് ഒക്കെ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ നമുക്ക് നല്ലത് പെയ്ഡായിരിക്കും, അതാണ് സെക്യൂർഡ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കാം. എല്ലാ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്താലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോറി, PDF ആണ് കേട്ടോ, സോറി. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യണമാണ്. ഇത് നമുക്കത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. സോറി, ഡിലീറ്റ് ചെയ്തത് നമ്മളെ ഈ പെയ്ഡില്ലേ, മറ്റേ പെയ്ഡിലോട്ട് ഇത് കൺവേർട്ട് ആവും. അപ്പോൾ ഒറ്റ ആപ്ലിക്കേഷനായി മാറും അത്. അപ്പോൾ MBക്കും കുറവായിരിക്കും, പെയ്ഡും കിട്ടി. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഡൗൺലോഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് യൂസ് എന്ന് കൊടുക്കുകയാണ്. ഇനി അത് എലോ കൊടുക്കുകയാണ്. ഗോ ടു സെറ്റിങ്സ് കൊടുക്കുക. ഹൈഡ് ഐക്കൺ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് CS ഓൺ ചെയ്യുക. സ്റ്റാർട്ട് സ്കാൻ കൊടുക്കുക. എന്നിട്ട് എലോ ചെയ്യുക.
ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാറില്ല, ഓരോ ഇതും പ്രിൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിൻറ്റിങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ബുക്കിൽ ഇത് ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അത് ഫോട്ടോ എടുത്ത് പ്രസംഗം നമുക്കത് ക്രോപ്പ് ചെയ്യാം. അങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ചെയ്തിട്ട് ഒരു ബുക്കിൻ്റെ ഒരു ഇതിൽ നമുക്കത് എടുക്കാം. അത് സൈഡിലോട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങനെയൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് വാട്സപ്പിലോ അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയസിലോട്ടൊക്കെ സെൻഡ് ചെയ്യാം. ടിക്ക് കൊടുത്തിട്ട് ക്രോപ്പിംഗ് ഇമേജ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ടിക്ക് ബട്ടൺ നിൽക്കിയാൽ ഗാലറിയിലോട്ട് സേവ് ആവും. ഗാലറിയിലോട്ട് സേവ് ആണെങ്കിൽ ഷെയർ ബട്ടൺ നിൽക്കിയാലും ഷെയർ ഇമേജ് JPG അങ്ങനെ ഒരു കുറേ ഫയൽസിൽ നമുക്കത് ഗാലറിയിലോട്ടും ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അടുത്ത ആപ്ലിക്കേഷൻ Estimate എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. Estimate ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, Estimate ഓണാക്കി. ഇത് നമ്മുടെ ഇത് ഒറിജിനലാണിത്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ SD കാർഡോ അല്ലെങ്കിൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഫോണില അല്ലെങ്കിൽ ഡബിൾ ആയിട്ടുള്ള ഫയലോ അങ്ങനെ വൈറസോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഈ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കും. നമ്മൾ അതിന് വേണ്ടി സ്കാൻ കൊടുക്കുക. അപ്പോൾ ഇത് പെർമിഷൻസ് ഗ്രാൻഡ് ആക്സസ് പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം കാണിക്കും. കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റൺ നൗ എന്ന് കൊടുക്കുക. അതിൻ്റെ ഡിലീറ്റ് ബട്ടൺ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉള്ളത് ഡിലീറ്റ് ആയി പൊക്കോളും. വെയിറ്റ് ചെയ്യണം, കൊടുക്കണം. കണ്ടോ ഓരോന്നായിട്ട് വന്നുള്ളത്. ഓക്കെ, സ്കാൻ കൊടുക്കുക. ഇനി എന്താന്ന് നോക്കും. റൺ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ഫുള്ള് ക്ലീൻ ആയി നമുക്ക് ഇവിടെ കാണാം. ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് അങ്ങനെ എടുത്തിട്ട് പിന്നെയും എക്സ്പാൻഡബിൾ നമുക്ക് വൈറസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു നല്ല ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിലുള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ്റെ ഫ്രീ വേർഷൻ ഉണ്ട്, പെയ്ഡ് വേർഷൻ ഉണ്ട്. പെയ്ഡ് വേർഷനിൽ ഇതിൻ്റെ അത് കുറേ സെറ്റിങ്സ് അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അടുത്ത ആപ്ലിക്കേഷൻ സാഷാം എന്നാണ്. ഇത് നിങ്ങൾ എല്ലാ സ്ഥലത്തും കേട്ട് കാണും. ഈ ആപ്ലിക്കേഷൻ ഓണായി കഴിഞ്ഞിട്ട് സെറ്റിങ്സ് സെറ്റപ്പ്സ് ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നടുക്കത്തെ ബട്ടൺ നോക്കിയാൽ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്താൽ ആ പാട്ട് ഞാനിപ്പോൾ ഇതിലൊന്ന് വെച്ച് നോക്കാൻ പറ്റുമോ നോക്കാണ്. അപ്പോൾ ഈ ഫോൺ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ ടാപ്പ് ഒക്കെ കൊടുത്തിട്ട് അലോ ചെയ്യാണ്. പാട്ട് ഏതാണെന്ന് ആ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. നമ്മൾ ഈ യൂട്യൂബ് എന്ന ബട്ടൺ നിൽക്കിയാൽ നമുക്ക് ലോഡിങ് ചെയ്തിട്ട് യൂട്യൂബിലോട്ട് ഡയറക്റ്റ് ആവും. വെയിറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ. നമുക്ക് അറിയാത്ത പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പെയ്ഡ് ഫ്രീ വേർഷനിൽ ഇത് നമുക്ക് ഇവിടെ നിന്നൊന്നും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് പെയ്ഡിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പാട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാം. ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇത് ഗൂഗിളിൻ്റെ എലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. എലോ ഗൂഗിൾ നമുക്ക് വാട്സപ്പിൽ
നമുക്ക് വാട്സപ്പിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് പെയ്ഡല്ല, ഇത് പെയ്ഡല്ല. ഇത് ഞാൻ ഈ ലിസ്റ്റിൽ കൂട്ടിയിട്ടില്ല. എന്തായാലും ഒരു നല്ല ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഈ ആപ്ലിക്കേഷൻ ഇതിലൊന്ന് കൂട്ടിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചാറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ഗൂഗിളിനോട് തന്നെ ചാറ്റ് ചെയ്യാണ്. ഗൂഗിളിൽ ഞാനിപ്പോൾ ചോദിക്കും. ഞാനിങ്ങനെ വാട്ട് ഈസ് ദി ട്രാഫിക് ലൈക്ക് എന്ന് ചോദിക്കുകയാണ്. ഞാനിങ്ങനെ അയച്ചു. അപ്പോൾ ഗൂഗിളിൻ്റെ റിപ്ലൈ ഇതാണ്. റിപ്ലൈ NH966A പൊന്നാരിമംഗലം എറണാകുളം കേരള 682504. ഇതാണ് ഗൂഗിളിൻ്റെ. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യണം. സോറി, മലയാളത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ചാനൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഗാഡ്ജറ്റ്സ് 1 മലയാളം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സെൻഡ് ചെയ്തു. ഇനി റിപ്ലൈ ഗൂഗിൾ എന്താ തന്നെ നോക്കാം. ഓക്കെ, ഗാഡ്ജറ്റ്സ് 1 മലയാളം ഒരു നല്ല ടെക് ചാനൽ ആണ്, അത്ര തന്നെ. ഇതാണ് റിവ്യൂസ്. നമുക്ക് ഇത് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്യാനിപ്പോൾ ആരുമില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് വാട്സപ്പിനെക്കാളും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഗൂഗിൾ എങ്ങനെ, ഇപ്പം ഞാനിവിടെ നിന്ന് ഹായ് അയക്കണേ. അപ്പോൾ അവിടെ ഇരിക്കണ ആൾക്ക് എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒരു കോണ്ടാക്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനിങ്ങനെ ഹായ് അയക്കണേ, ഒരു ഹായ് അയക്കണമെന്ന് വെച്ചോ. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഗൂഗിൾ എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അവിടെ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കും. അപ്പോൾ ആർ യു ദേർ, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ആരും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. നമുക്ക് ഇതുവഴി വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യാം, ഇമോജി സെൻഡ് ചെയ്യാം. വാട്സപ്പിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇതിൻ്റെ അകത്തും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 2-3 മണിക്കൂറുള്ള വീഡിയോസ് സെൻഡ് ചെയ്യാൻ പറ്റും, അതും കുറഞ്ഞ MB തന്നെ. ഇതൊരു ബെറ്റർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ച്.